കർണാടക മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ്. ബംഗളൂരു സദാശിവനഗർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ സഹായം ചോദിച്ചെത്തിയ 17 വയസ്സുകാരിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയായതെന്ന് പോലീസ് പറയുന്നു. ആരോപണം നിഷേധിച്ച യെദ്യൂരപ്പ കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുള്ളതായി കരുതുന്നില്ല എന്നും പ്രതികരിച്ചു. റിസർച്ച് ഡെസ്കിൽ നിന്ന് അഖിലേശ്വരി, എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? നികേഷ്, ഫെബ്രുവരി 2-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. സദാശിവനഗർ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്കൊപ്പം മറ്റൊരു കേസിൽ സഹായം തേടിയെത്തിയ 17-കാരിയായ പെൺകുട്ടിയോട് യെദ്യൂരപ്പ മോശമായി പെരുമാറിയെന്നാണ് കേസ്. വ്യാഴാഴ്ച രാത്രിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന യെദ്യൂരപ്പ ഇന്ന് പ്രതികരിച്ചിരുന്നു. അതായത് പെൺകുട്ടിയും അമ്മയും തൻ്റെ പക്കൽ ഒരു സഹായം അഭ്യർത്ഥിച്ച് എത്തിയെന്നും ഇവർക്ക് പോലീസ് സഹായം താൻ ഉറപ്പാക്കിയെന്നും എന്നാൽ അല്പസമയത്തിനു ശേഷം പെൺകുട്ടിയുടെ അമ്മ തന്നോട് മോശമായി പെരുമാറിയെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ല എന്നുമായിരുന്നു യെദ്യൂരപ്പയുടെ പ്രതികരണം. എന്നാൽ വിഷയം ഗൗരവതരമാണെന്നും ആവശ്യമുണ്ടെങ്കിൽ പെൺകുട്ടിക്കും കുടുംബത്തിനും പോലീസ് സുരക്ഷ ഉറപ്പാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ്യ പ്രതികരിച്ചിരിക്കുന്നത്. പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ യെദ്യൂരപ്പയ്ക്കെതിരെ അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ ബി.ജെ.പിയും പ്രതിരോധത്തിലാണ്. നികേഷ്, കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ നേതാവ് മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ പോക്സോ കേസിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കരുതുന്നില്ല. പക്ഷേ വേറെ ചില കാര്യങ്ങൾ യെദ്യൂരപ്പ ചൂണ്ടിക്കാണിക്കുകയാണ്. ബി.ജെ.പി പ്രതിരോധത്തിലാവുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്.